നമസ്കാരം. സംഗീത റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരിച്ചാണ് അമൃത സുരേഷ് ഗായികയായി ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ ഷോയിൽ വിധികർത്താവായി വന്ന നടൻ ബാലയുമായി ഇഷ്ടത്തിലായ അമൃത അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. പിന്നീട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നടന്ന വിവാദങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഒരുപാട് വേദനകൾ സഹിച്ച ഗായികയാണ് അമൃത സുരേഷ്. ഒരിടയ്ക്ക് സൈബർ അറ്റാക്ക് പരിധി വിട്ട രീതിയിലേക്ക് പോയപ്പോഴായിരുന്നു തൻ്റെ ജീവിതത്തെക്കുറിച്ച്, കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചെല്ലാം അമൃത അന്ന് സംസാരിക്കുന്നത്. എന്നാൽ അതെല്ലാം മറന്ന് തൻ്റെതായ ലോകത്ത് ഹാപ്പിയായി ജീവിക്കുകയാണ് ഇപ്പോൾ ഗായിക. മകളും അമ്മയും അനിയത്തിയും അടങ്ങുന്ന തൻ്റെ കുടുംബത്തിലെ എല്ലാ സന്തോഷ നിമിഷങ്ങളും അമൃത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. മ്യൂസിക് ഷോകളും സ്റ്റേജ് പരിപാടികളും ഒക്കെയായി അമൃത തിരക്കിലാണ്. പുതിയ ഓഫീസ് റൂം ആരംഭിച്ച് കുറച്ചുകൂടെ പ്രൊഫഷണലായി കാര്യങ്ങൾ നീക്കുന്ന തിരക്കിലാണ് താരം. നടൻ ബാലയുമായി വേർപിരിഞ്ഞ ശേഷം അമൃത വലിയ മാനസിക പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ അമൃത ഈ വിഷയത്തിൽ പൊട്ടിക്കരഞ്ഞ് സംസാരിച്ചു. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു നടൻ ബാലയുമായി ഗായിക അമൃത സുരേഷിന്റെ വിവാഹം നടന്നത്. ആഡംബരപൂർവ്വം നടന്ന വിവാഹത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ചതുപോലെ ഒരു ദാമ്പത്യം അമൃതയ്ക്ക് കിട്ടിയില്ല. മാനസികവും ശാരീരികവുമായി തളർന്നപ്പോഴാണ് കൈക്കുഞ്ഞുമായി ആദ്യ വിവാഹ ജീവിതത്തിൽ നിന്നും അമൃത പടിയിറങ്ങുന്നത്. ഇന്നും ആദ്യ ഭർത്താവ് തന്നെ ട്രോമകൾ ഉള്ളതുകൊണ്ട് വിവാഹം എന്നതിനോട് തന്നെ താല്പര്യമില്ലാതിരിക്കുന്നുവെന്ന് പറയുകയാണ് ഗായിക ഇപ്പോൾ. രഞ്ജിനി ഹരിദാസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അമൃതയും സഹോദരി അഭിരാമിയും. നേരത്തെ വിവാഹം കഴിച്ചതുകൊണ്ട് ഉണ്ടായ ഒരു ഗുണം എൻ്റെ മകൾ ഇപ്പോൾ ടീനേജറാണ് എന്നതാണ്. അവൾ എൻ്റെയും അഭിയുടെയും ഫ്രണ്ടിനെ പോലെയാണ്. ബോംബെയിൽ നിന്ന് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിരുന്നു. അതറിഞ്ഞതും അഭി ചോദിച്ചത് മതിയായില്ലേ എന്നാണ്. പ്രപ്പോസലിന്റെ കാര്യം പാപ്പുവിനോട് പറഞ്ഞപ്പോൾ മമ്മി പോയി ട്രൈ ചെയ്തിട്ട് തിരിച്ചു വാ എന്നായിരുന്നു അവളുടെ മറുപടി. വിവാഹം കഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷേ ഒരു പങ്കാളി വേണമെന്ന ആഗ്രഹമുണ്ട്. ആദ്യ വിവാഹത്തിന്റെ ട്രോമ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് കല്യാണം എന്ന ഐഡിയ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. 18 വയസ്സിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു. 19-ാം വയസ്സിൽ വിവാഹവും. ആ പ്രായത്തിൽ വിവാഹം കഴിച്ചത് ജോത്സ്യൻ കാരണമാണ്. ആ പ്രായത്തിൽ എൻ്റെ വിവാഹം നടക്കണമെന്ന് ജാതകത്തിൽ ഉണ്ടായിരുന്നു അത്രേ. വിവാഹം എന്ന തീരുമാനത്തിലേക്ക് ഞാൻ ആ പ്രായത്തിൽ എത്തിയതിന് ചില കാരണങ്ങളുണ്ട്. ആശ്രമവും മറ്റും ചുറ്റിപ്പറ്റി വളരെ ഒതുക്കമുള്ള ജീവിതമായിരുന്നു എൻ്റേത്. ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്ന ശേഷമാണ് കൂടുതൽ ആളുകളെ കണ്ടതും പരിചയപ്പെട്ടതും എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയതും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ചെറുതായി സ്നേഹം കാണിച്ചാൽ പോലും അതിൽ വീണു പോകും. ലവ് ബോംബിംഗ് എൻ്റെ പ്രണയത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു ഫാക്ടറായിരുന്നു. ഞാൻ സംഗീതത്തെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിയും കരിയറുമായി കൂട്ടിച്ചേർത്തും ഒരുപാട് പ്രോമിസുകൾ ആ ലവ് ബോംബിങ്ങിനൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ കുടുംബത്തിനോട് തുടക്കത്തിൽ ഒരുപാട് സ്നേഹം കാണിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു അദ്ദേഹം. അതെല്ലാം കൂടിയായപ്പോൾ ഞാൻ അയാളെ പ്രണയിച്ചു പോയി. വിവാഹം എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഒരുപാട് സ്നേഹം കിട്ടിയപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും ഞാൻ കണ്ടു, അമൃത പറഞ്ഞു. അമൃത വിവാഹിതയാകാൻ പോകുന്നുവെന്ന് അന്ന് കേട്ടപ്പോൾ അതിശയിച്ചു പോയെന്ന് രഞ്ജിനിയും പറഞ്ഞു. അമൃത വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ ഭ്രാന്താണോ കുട്ടിക്ക് എന്ന ചിന്തയാണ് ആദ്യം വന്നത്. അന്ന് എനിക്ക് 29 വയസ്സാണ്. ഞാൻ അഭിപ്രായമൊന്നും പറയാൻ പോയില്ല. പ്രായപൂർത്തിയായ കുട്ടിയാണ്. സ്വന്തം ജീവിതം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടല്ലോ, രഞ്ജിനി പറഞ്ഞു. ചേച്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് കണ്ടുകൊണ്ടാണ് താനും വിവാഹം കഴിക്കാൻ മടിക്കുന്നതെന്ന് സഹോദരി അഭിരാമയും പറഞ്ഞു. ഞാൻ വിവാഹം കഴിക്കാത്തതിൻ്റെ ഒരു കാരണം ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ്. ആ വിവാഹം കൊണ്ട് ചേച്ചിക്ക് മാത്രമല്ല എനിക്കും ട്രോമകൾ ഉണ്ടായിട്ടുണ്ട്. ഫാമിലി പാക്കേജ് പോലെയായിരുന്നു. എൻ്റെ കരിയറിലും ആ വ്യക്തി കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഭിനയം അടക്കം എല്ലാം ഞാൻ നിർത്തിയതിന് അയാളും ഒരു കാരണമാണ്. എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അതിന് കാരണവും 12 വയസ്സിൽ ഞാൻ അനുഭവിച്ച ട്രോമകൾ തന്നെയാണ്. സ്നേഹത്തോട് എതിർപ്പുള്ളയാളല്ല ഞാൻ. എന്തെങ്കിലും ഒരിക്കൽ വിവാഹം കഴിക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് അടുത്ത് പോലും എത്തിയിട്ടില്ല. കല്യാണം എന്നതിനോട് ഭയം മാറി ഇപ്പോൾ ഒരു ഫോബിയ പോലെയാണെന്നും അഭിരാമി കൂട്ടിച്ചേർത്തു. മരണത്തിന് മുമ്പുള്ള സമയങ്ങളിൽ അച്ഛൻ സുരേഷ് അനാഥാശ്രമത്തിലായിരുന്നു എന്നുള്ള പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായി വന്നത്. ഇപ്പോഴത്തെ ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങളും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കുമെതിരെ രൂക്ഷമായി പ്രതികരിച്ച് ഗായികമാരായ അമൃത സുരേഷും അഭിരാമി സുരേഷും രംഗത്ത് വന്നിരിക്കുകയാണ്. 24 ന്യൂസ് ചാനലിലെ നമ്മൾ തമ്മിൽ എന്ന പരിപാടിയിൽ വൃദ്ധസദനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ മുത്രകുലം കമ്മ്യൂൺ മാനേജിംഗ് ട്രസ്റ്റിയായ അനിൽ ജോസ് അമൃതയുടെ അച്ഛനായ സുരേഷ് തങ്ങൾക്കൊപ്പമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ ചൂട് പിടിച്ചാണ് അമൃതയും കുടുംബവും അച്ഛനെ അനാഥാലയത്തിൽ തള്ളി എന്ന തരത്തിലുള്ള പ്രചാരണം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നടന്നത്. നിരവധി ബ്ലോഗർമാരും അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ രംഗത്തെത്തി. ഇതോടെയാണ് അമൃതയും അഭിരാമിയും വസ്തുത എന്താണെന്ന് തുറന്നു പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചിരുന്നത്. അച്ഛന്റെ അവസാന സമയങ്ങളിൽ അനാഥാലയത്തിലായിരുന്നുവെന്നും അമൃതയും അഭിരാമിയും അമ്മയും അച്ഛനെ കൊണ്ട് പോയി അനാഥാശ്രമത്തിൽ തള്ളിയെന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. മല്ലു ട്രെൻഡ് ടോക്കർ എന്ന യൂട്യൂബ് ചാനലാണ് ആദ്യം ഇത് എടുത്തുവിട്ടത്. മനഃപൂർവ്വമായി ഒരു ചർച്ചയുണ്ടാക്കാൻ ചെയ്തതാണ്. ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഒരു ചർച്ചയിൽ മിത്രകുലം എന്ന കമ്മ്യൂണിന്റെ ഓണറായ അനിൽ സാർ പറഞ്ഞു, സുരേഷ് തങ്ങളുടെ കമ്മ്യൂണിന്റെ ഭാഗമായിരുന്നുവെന്നും അദ്ദേഹം അവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെന്നും ഈ ഒരു ഭാഗം മാത്രം എടുത്ത് സോഷ്യൽ മീഡിയയ്ക്ക് അവർ അച്ഛനെ കൊണ്ട് പോയി അനാഥാലയത്തിൽ തള്ളിയോ എന്ന തരത്തിൽ ഇട്ടുകൊടുക്കുന്ന പണിയാണ് മല്ലു ട്രെൻഡ് ടോക്കർ രേണു ചെയ്തിരിക്കുന്നത്. പിന്നാലെ ഒരുപാട് റിയാക്ഷൻസ് വന്നു. സോഷ്യൽ മീഡിയയെയും ബ്ലോഗേഴ്സിനെയും ബഹുമാനിക്കുന്നു. പക്ഷേ ഒരു കുടുംബത്തിനെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് ശരിയല്ല. ഒരു ഫാക്ട് ചെക്ക് നടത്തിയിട്ട് വേണം ഇത്രയും മോശം കാര്യങ്ങളിലേക്ക് ഒരു കുടുംബത്തെ ആയാലും ആരെ ആയാലും വലിച്ചിടാൻ പാടുള്ളൂ.
ഞങ്ങളുടെ അച്ഛൻ വളരെ സോഷ്യലായ പല കമ്മ്യൂണിറ്റികളിലും പല സംഘടനകളിലും പ്രവർത്തിച്ചിരുന്ന ആളാണ്. മിത്രകുലം കമ്മ്യൂണിന്റെ ട്രസ്റ്റി കൂടിയാണ് അച്ഛൻ. ഞങ്ങൾ എല്ലാവരും പലതവണ അവിടെ പോയിട്ടുള്ളതാണ്. സുരേഷ് സാർ അടക്കമുള്ളവർ ഞങ്ങളുടെ കമ്മ്യൂണിന്റെ ഭാഗമായിരുന്നു എന്നാണ് ആ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ അച്ഛനെ അവിടെ കൊണ്ടുപോയി തള്ളിയെന്നല്ല. ഞങ്ങളുടെ ഡെയിലി ലൈവുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അതിലൊക്കെ അച്ഛൻ എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നു എന്നത് നിങ്ങൾക്കറിയാം. ഞങ്ങളെ പറയുന്നത് കുഴപ്പമില്ല, അത് ശീലമായി. പക്ഷേ അമ്മയെ പറയുന്നത് കുടുംബത്തിലെ എല്ലാവർക്കും വലിയ വിഷമമുള്ള കാര്യമാണ്. അനിൽ സാർ തന്നെ ഫേസ്ബുക്ക് പേജിൽ ഇതിന് വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇനി ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയാൽ നിയമപരമായി തന്നെ നേരിടും. മരിച്ചുപോയ ആൾക്ക് കൂടി സമാധാനം കൊടുക്കാതെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അച്ഛന് വന്ന് മറുപടി പറയാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ചൊറിയാൻ നിൽക്കുന്നത് സാഡിസ്റ്റ് സ്വഭാവമാണ്. ചാഞ്ഞ മരമാണ് എപ്പോഴും ചാടിക്കയറാമെന്ന് വിചാരിക്കരുത്. ഇതുകൊണ്ട് അഹങ്കാരികളാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചാലേ അതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ. ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും അന്നും ഇന്നും പൊന്നുപോലെയാണ് നോക്കുന്നത്. ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും എങ്ങനെ നോക്കണമെന്ന് ഞങ്ങൾക്കറിയാം. മല്ലു ട്രെൻഡ് ടോക്സിക്കിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഞങ്ങളും മനുഷ്യരാണെന്ന് അഭിരാമിയും അമൃതയും പറഞ്ഞു. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു നടൻ ബാലയുമായി ഗായിക അമൃത സുരേഷിന്റെ വിവാഹം നടന്നത്. അത്യാഡംബരപൂർവ്വം നടന്ന വിവാഹത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ചതുപോലൊരു ദാമ്പത്യം അമൃതയ്ക്ക് കിട്ടിയില്ല. മാനസികവും ശാരീരികവുമായി തളർന്നപ്പോഴാണ് കൈക്കുഞ്ഞുമായി ആദ്യം വിവാഹ ജീവിതത്തിൽ നിന്നും അമൃത പടിയിറങ്ങുന്നത്. ഇന്നും ആദ്യ ഭർത്താവ് തന്നെ ട്രോമകൾ ഉള്ളതുകൊണ്ട് വിവാഹം എന്നതിനോട് തന്നെ താല്പര്യമില്ലാതായിരിക്കുന്നു എന്ന് പറയുകയാണ് ഗായിക ഇപ്പോൾ. രഞ്ജിനി ഹരിദാസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അമൃതയും സഹോദരി അഭിരാമിയും. നേരത്തെ വിവാഹം കഴിച്ചതുകൊണ്ട് ഉണ്ടായ ഒരു ഗുണം എന്റെ മകൾ ഇപ്പോൾ ടീനേജർ ആണ് എന്നതാണ്. അവൾ എന്റെയും അഭിയുടെയും ഫ്രണ്ടിനെ പോലെയാണ്. ബോംബെയിൽ നിന്ന് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിരുന്നു. അത് അറിഞ്ഞതും അഭി ചോദിച്ചത് മതിയായില്ലേ എന്നാണ്. പ്രപ്പോസലിന്റെ കാര്യം പപ്പുവിനോട് പറഞ്ഞപ്പോൾ മമ്മി പോയി ട്രൈ ചെയ്തിട്ട് തിരിച്ചു വാ എന്നായിരുന്നു അവളുടെ മറുപടി. വിവാഹം കഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷേ ഒരു പങ്കാളി വേണമെന്ന ആഗ്രഹമുണ്ട്. ആദ്യ വിവാഹത്തിന്റെ ട്രോമ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് കല്യാണം എന്ന ഐഡിയ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. 18 വയസ്സിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു. 19-ാം വയസ്സിൽ വിവാഹവും. ആ പ്രായത്തിൽ വിവാഹം കഴിച്ചത് ജോൾസൺ കാരണമാണ്. ആ പ്രായത്തിൽ എന്റെ വിവാഹം നടക്കണമെന്ന് ജാതകത്തിൽ ഉണ്ടായിരുന്നു അത്രേ. വിവാഹം എന്ന തീരുമാനത്തിലേക്ക് ഞാൻ ആ പ്രായത്തിൽ എത്തിയതിന് ചില കാരണങ്ങളുണ്ട്. ആശ്രമവും മറ്റും ചുറ്റിപ്പറ്റി വളരെ ഒതുക്കമുള്ള ജീവിതമായിരുന്നു എന്റേത്. ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്ന ശേഷമാണ് കൂടുതൽ ആളുകളെ കണ്ടതും പരിചയപ്പെട്ടതും എക്സ്പ്ലോർ ചെയ്തു തുടങ്ങിയതും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ചെറുതായി സ്നേഹം കാണിച്ചാൽ പോലും അതിൽ വീണു പോകും. ലവ് ബോംബിംഗ് എന്റെ പ്രണയത്തിന്റെ കാര്യത്തിൽ വലിയൊരു ഫാക്ടറായിരുന്നു. ഞാൻ സംഗീതത്തെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിയതും കരിയറുമായി കൂട്ടിച്ചേർത്തും ഒരുപാട് പ്രോമിസുകൾ ആ ലവ് ബോംബിനൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല എന്റെ കുടുംബത്തിനോട് തുടക്കത്തിൽ ഒരുപാട് സ്നേഹം കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതെല്ലാം കൂടിയായപ്പോൾ ഞാൻ അയാളെ പ്രണയിച്ചു പോയി. വിവാഹം എന്റെ വലിയ ആഗ്രഹമായിരുന്നു. ഒരുപാട് സ്നേഹം കിട്ടിയപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും ഞാൻ കണ്ടു എന്ന് അമൃത പറഞ്ഞു. അമൃത വിവാഹിതയാകാൻ പോകുന്നുവെന്ന് അന്ന് കേട്ടപ്പോൾ അതിശയിച്ചു പോയെന്ന് രഞ്ജിനിയും പറഞ്ഞു. അമൃത വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ ഭ്രാന്താണോ കുട്ടിക്ക് എന്ന ചിന്തയാണ് ആദ്യം വന്നത്. അന്ന് എനിക്ക് 29 വയസ്സാണ്. ഞാൻ അഭിപ്രായമൊന്നും പറയാൻ പോയില്ല. പ്രായപൂർത്തിയായ കുട്ടിയാണ്. സ്വന്തം ജീവിതം എങ്ങനെയാകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടല്ലോ, രഞ്ജിനി പറഞ്ഞു. ചേച്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് കണ്ടതുകൊണ്ടാണ് താനും വിവാഹം കഴിക്കാൻ മടിക്കുന്നതെന്ന് സഹോദരി അഭിരാമിയും പറഞ്ഞു. ഞാൻ വിവാഹം കഴിക്കാത്തതിന്റെ ഒരു കാരണം ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ്. ആ വിവാഹം കൊണ്ട് ചേച്ചിക്ക് മാത്രമല്ല എനിക്കും ട്രോമകൾ ഉണ്ടായിട്ടുണ്ട്. ഫാമിലി പാക്കേജ് പോലെയായിരുന്നു. എന്റെ കരിയറിലും ആ വ്യക്തി കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഭിനയം അടക്കം എല്ലാം ഞാൻ നിർത്തിയതിന് അയാളും ഒരു കാരണമാണ്. എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അതിന് കാരണവും 12 വയസ്സിൽ ഞാൻ അനുഭവിച്ച ട്രോമകൾ തന്നെയാണ്.